ഈ പ്രശ്നത്തെ മറ്റൊരു രീതിയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത്. പക്ഷേ അദ്ദേഹം ആർജിച്ചിട്ടുള്ള, അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള പുരസ്കാരങ്ങളുടെ മഹത്വത്തെയും വലിപ്പത്തെയും എല്ലാം അതിൻ്റെ മഹത്വത്തെ ഹനിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ജനാധിപത്യ, ഒരു വികസിതമായ കേരളത്തിൻ്റെ ജനാധിപത്യ ബോധം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഫ്യൂഡൽ വരേണ്യ മനോഭാവത്തെ പൂർണ്ണമായി നിരാകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതല്ല സർക്കാർ ചെയ്യുന്നത്. നമുക്കറിയാം, മലയാള സിനിമാ ലോകം എന്ന് പറയുന്ന ഒരു വരേണ്യ മേഖലയാണ്. ആ മേഖലയിലേക്ക് ഇതുപോലെയുള്ള ദുർബല വിഭാഗങ്ങളെ, അത് വനിതകളാകട്ടെ, സ്ത്രീകളാകട്ടെ, വനിതകളാകട്ടെ, അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാടാണത്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ NFDC പോലെയുള്ള കേന്ദ്ര ഏജൻസികളുണ്ട്. അത് പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന മേഖലകളിലൊക്കെ വിരാജിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. പക്ഷെ അവിടെയൊന്നും പ്രകടിപ്പിക്കാത്ത ഒരു അഭിപ്രായം കേരളത്തിൽ പ്രകടിപ്പിക്കുക വഴി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഈ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുതയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. അല്ല, പുഷ്പവതിയെ നിരാകരിക്കുക വഴി പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് ഇപ്പം രംഗത്ത് വന്നിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയൊക്കെ ശ്രമിക്കുന്നത്. പുഷ്പവതിയെ നിരാകരിച്ചാലും പുഷ്പവതി ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രസക്തി ഉണ്ടെന്നും പുരോഗമനപരമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വികസിതമായ കേരളത്തിൻ്റെ ജനാധിപത്യ ബോധം ഇതിനെതിരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും എന്നതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.